ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു മൈ ചാനൽ. അപ്പോൾ ഇനി ഞാൻ വന്നിരിക്കുന്നത് ഒരു കപ്പ് ഗോതമ്പ് പൊടി വെച്ചിട്ട് വളരെ പെട്ടെന്ന് തയ്യാറാക്കി എടുക്കാൻ പറ്റുന്ന ഈസി ആയിട്ടുള്ളൊരു ബ്രേക്ക്ഫാസ്റ്റിൻ്റെ റെസിപ്പി ആയിട്ടാണ്. ബ്രേക്ക്ഫാസ്റ്റ് ആയിട്ട് മാത്രമല്ല, നമുക്കിത് ഈവനിങ് സ്നാക്കായിട്ടോ ഡിന്നറായിട്ടോ ഒക്കെ കഴിക്കാം. കുട്ടികൾക്കും മുതിർന്നവർക്കും ഒരുപോലെ ഇഷ്ടമാകുന്ന ഒരു പലഹാരമാണിത്. അപ്പോൾ അതിനായിട്ട് ഞാനിവിടെ ഒരു കപ്പ് അളവിൽ ഗോതമ്പ് പൊടി എടുത്തിട്ടുണ്ട്. അതിലേക്ക് ആവശ്യത്തിന് ഉപ്പ് ചേർത്ത് കൊടുക്കാം. ഒരല്പം ഉപ്പ് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് 1 ടേബിൾ സ്പൂൺ അളവിൽ ഓയിൽ ചേർത്ത് കൊടുക്കാം. ഇനി ആ ഓയിലൊന്ന് മാവിൽ നന്നായിട്ടൊന്ന് പിടിക്കത്തക്ക രീതിയിലൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. അതിനുശേഷം മാത്രം നമുക്കിത് വെള്ളം ഒഴിച്ചൊന്ന് കുഴച്ചെടുക്കാം. അപ്പോൾ വെള്ളം കുറേശ്ശെയായിട്ട് ഒഴിച്ച് കുഴച്ചെടുക്കുക കേട്ടോ. ഞാനിവിടെ ഒരു കപ്പ് വെള്ളം എടുത്തിട്ടുണ്ട്. അപ്പോൾ ഒരു കപ്പ് മാവിന് ഒരു കപ്പ് വെള്ളത്തിൻ്റെ ആവശ്യമൊന്നുമില്ല. അല്പം വെള്ളം മതിയാവും, അരക്കപ്പ് വെള്ളമൊക്കെ മതിയാവും കേട്ടോ. നന്നായിട്ട് തന്നെ ഒന്ന് കുഴച്ചെടുക്കുക, സാധാരണ ചപ്പാത്തിക്കൊക്കെ കുഴയ്ക്കുന്ന പോലെ. ഇത് വളരെ പെട്ടെന്ന് തയ്യാറാക്കി എടുക്കാൻ പറ്റുന്ന ഒരു പലഹാരമാണ് കേട്ടോ. നമുക്കിത് മാവ് റെസ്റ്റ് ചെയ്യാനൊന്നും വെക്കേണ്ട ആവശ്യമൊന്നുമില്ല. തയ്യാറാക്കി ഉടൻ തന്നെ നമുക്കിത് റെഡിയാക്കാവുന്നതുള്ളതേ ഉള്ളൂ കേട്ടോ, മാവ് തയ്യാറാക്കി ഉടനെ. ഇനി ഇതൊന്ന് ഓരോ ബോൾസായിട്ട് എടുക്കാം. അപ്പോൾ എനിക്കിവിടെ ഒരു 4-5 ബോൾ ആയിട്ട് കിട്ടിയിട്ടുണ്ട് കേട്ടോ, ഒരു കപ്പ് മാവിൽ നിന്ന്. അപ്പോൾ ഈ ഒരു അളവിൽ എടുക്കുക കേട്ടോ. ഇനി നമുക്കിതൊന്ന് പരത്തിയെടുക്കണം. അപ്പോൾ അതിനായിട്ട് കൗണ്ടർ ടോപ്പിലിട്ട് ഒന്ന് പരത്തിയെടുക്കാം. അപ്പോൾ അത്യാവശ്യം വലിപ്പത്തിലൊന്ന് പരത്തിയെടുക്കാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ കൗണ്ടർ ടോപ്പിലിട്ട് പരത്തിയിട്ടുള്ളത് കേട്ടോ. നൈസായിട്ട് പരത്തിയെടുക്കുക. അല്പം പൊടി വിതറി കൊടുക്കാം. അതിനുശേഷം നമുക്കിതൊന്ന് പരത്തിയെടുക്കാം. അപ്പോൾ ഞാനിതിവിടെ ഒരെണ്ണം പരത്തിയെടുക്കുന്നുണ്ട്. നല്ല റൗണ്ട് ഷേപ്പ് വേണമെന്നൊന്നുമില്ല കേട്ടോ, നന്നായിട്ടൊന്ന് പരത്തിയെടുത്താൽ മാത്രം മതിയാകും. ഇനി അതിൻ്റെ മുകളിലേക്ക് കുറച്ച് ഓയിലൊന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. എല്ലായിടത്തും നന്നായിട്ടൊന്ന് പുരട്ടി കൊടുക്കുക കേട്ടോ. ഇനി അതിൻ്റെ മുകളിലേക്ക് നമുക്ക് ഈ പൊടി ഒന്ന് വിതറി കൊടുക്കണം. കാരണം ഇതിന് നമുക്ക് ലെയറായിട്ട് കിട്ടാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. ഇത് ചില്ലി പൊറോട്ടയാണ് കേട്ടോ, തമിഴ്നാട് ഡിഷാണ് ഇത്. അപ്പോൾ കേരളത്തിലുണ്ടോയെന്ന് എനിക്കറിയത്തില്ല, പക്ഷേ ഇത് നല്ല ടേസ്റ്റാണ്. ഒരു തവണയെങ്കിലും നിങ്ങളതൊന്ന് കഴിച്ച് നോക്കണം കേട്ടോ, നല്ല ടേസ്റ്റാണ്. അപ്പോൾ ഉറപ്പായിട്ടും ഈ ഒരു രീതിയിൽ തന്നെ തയ്യാറാക്കി നോക്കാനും പ്രത്യേകം ശ്രദ്ധിക്കണേ. അപ്പോൾ ഇത് ഞാനിതുപോലെ ഒന്ന് മടക്കി എടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് കട്ട് ചെയ്തെടുക്കാം. ചെറിയ പീസായിട്ട് വേണം ഇത് കട്ട് ചെയ്തെടുക്കാനായിട്ട്. ഒരുപാട് കനത്തിൽ കട്ട് ചെയ്യരുത്, ചെറുതായിട്ട് കട്ട് ചെയ്തെടുക്കുക. വളരെ എളുപ്പമാണ് കേട്ടോ ഇത് ചെയ്തെടുക്കാനായിട്ട്. കാണുമ്പോൾ ചിലപ്പോൾ ഇത് കുറച്ച് പാടായിട്ട് തോന്നും, പക്ഷേ ഒട്ടും പ്രയാസമില്ലാതെ നമുക്ക് വളരെ പെട്ടെന്ന് തന്നെ ഈ ഒരു പലഹാരം തയ്യാറാക്കി എടുക്കാവുന്നതാണ് കേട്ടോ. അപ്പോൾ ഒരെണ്ണം ഞാനിവിടെ കാണിച്ചു തരാം. കണ്ടില്ലേ, ഇതുപോലെ നല്ല ലെയറായിട്ട് കിട്ടും. അതിനാണ് ആദ്യം ഓയിൽ തേച്ചിട്ട് പൊടി സ്പ്രെഡ് ചെയ്ത് കൊടുത്തത് കേട്ടോ. അപ്പോൾ ഇതുപോലെ തന്നെ നമുക്ക് ബാക്കിയുള്ളതെല്ലാം കൂടെ റെഡിയാക്കി എടുക്കാം. എല്ലാം ചെയ്തെടുത്തതിന് ശേഷമാണ് ഇത് ഫ്രൈ ചെയ്തെടുക്കുന്നത് കേട്ടോ. ഇനി ഞാനിവിടെ എണ്ണ വെച്ചിട്ടുണ്ട്. എണ്ണ നന്നായിട്ട് ചൂടായി വന്നിട്ടുണ്ട്. ഇനി അതിലേക്ക് നമുക്ക് ഇട്ട് കൊടുക്കാം. നന്നായിട്ട് ചൂടായതിന് ശേഷം മാത്രമേ ഇട്ട് കൊടുക്കുക കേട്ടോ. പിന്നെ നമ്മൾ ഇത് എണ്ണയിൽ വറുത്തെടുക്കുന്നതുകൊണ്ട് ഒരു കുഴപ്പമില്ല കേട്ടോ. കാരണം ഇതിൽ ഗോതമ്പ് പൊടി ആയതുകൊണ്ട് തന്നെ അധികം എണ്ണ പിടിക്കുന്ന ഒരു പലഹാരമൊന്നും അല്ല, ഒട്ടും തന്നെ എണ്ണ പിടിക്കത്തുമില്ല. അപ്പോൾ നിങ്ങളതൊന്ന് ട്രൈ ചെയ്ത് നോക്കുക കേട്ടോ. അപ്പോൾ ഇതൊരു മീഡിയം ഫ്ലെയിമിലിട്ട് ഒന്ന് ഫ്രൈ ചെയ്തെടുക്കുക. ഹൈ ഫ്ലെയിമിൽ ഇടരുത്, എങ്കിൽ പുറം ഭാഗമൊക്കെ പെട്ടെന്ന് തന്നെ അത് കരിഞ്ഞു പോകും. ലോ മീഡിയം ഇങ്ങനെ മാറ്റി മാറ്റി ഇട്ടൊന്ന് ഫ്രൈ ചെയ്തെടുത്താൽ മതിയാകും കേട്ടോ. അപ്പോൾ ഇതിവിടെ ആയിട്ടുണ്ട്. ഇത് ഞാനിവിടെ ഒരു ടിഷ്യൂ പേപ്പറിലേക്ക് മാറ്റുകയാണ്. ടിഷ്യൂ പേപ്പറിൻ്റെ ആവശ്യമൊന്നും ഇല്ല കേട്ടോ, പിന്നെ ഉണ്ടായിരുന്നത് കൊണ്ട് ഞാൻ എടുത്തെന്നുള്ളതേ ഉള്ളൂ. അപ്പോൾ ഇതുപോലെ തന്നെ നമുക്ക് ബാക്കിയുള്ളതെല്ലാം തന്നെ ഫ്രൈ ചെയ്തെടുക്കാം. അപ്പോൾ ഇതുപോലെ എല്ലാം തന്നെ ഞാൻ ഫ്രൈ ചെയ്ത് എടുത്തിട്ടുണ്ട്. അപ്പോൾ ഇത് ഞാനിവിടെ ഒരു പ്ലേറ്റിലേക്ക് മാറ്റുന്നുണ്ട്. അപ്പോൾ പെട്ടെന്നൊന്ന് തണുത്ത് കിട്ടും. അപ്പോൾ തണുത്തിട്ട് നമുക്കിതൊന്ന് പൊടിച്ചെടുക്കണം കേട്ടോ. എല്ലാം പൊടിക്കേണ്ട ആവശ്യമില്ല. കണ്ടില്ലേ, നല്ല ക്രിസ്പി ആയിട്ടാണ് ഇരിക്കുന്നത്. ഇതിങ്ങനെ കഴിക്കാൻ നല്ല രസമാണ് കേട്ടോ, നല്ല ടേസ്റ്റാണ്. കുട്ടികൾക്ക് ഒരുപാട് ഇഷ്ടമാവും. നല്ല ക്രിസ്പി ആയിട്ടുള്ളൊരു സ്നാക്സും കൂടിയാണിത്. അപ്പോൾ ഇത് നിങ്ങൾക്ക് ഇതിങ്ങനെ സ്റ്റോർ ചെയ്ത് വെക്കാം കേട്ടോ, ആവശ്യാനുസരണം എടുത്ത് ചെയ്യാവുന്നുള്ളതേ ഉള്ളൂ കേട്ടോ. അപ്പോൾ അത് കുറച്ച് ഞാനൊന്ന് പൊടിച്ചെടുത്തിട്ടുണ്ട്. ഇനി ഒരു പാനിലേക്ക് അല്പം ഓയിൽ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതൊരു കുറച്ചധികം ഒന്ന് ഇതുപോലെ ഒന്ന് പൊടിച്ചുകൂടെ ഇടുക കേട്ടോ. എല്ലാം ഇതുപോലെ മുഴുവനായിട്ട് ഇട്ടേക്കരുത്, കുറച്ചൊന്ന് പൊടിച്ചിടണം, എങ്കിലാണ് അതിൻ്റെ ആ ഒരു കറക്റ്റ് ടേസ്റ്റൊക്കെ കിട്ടുന്നത് കേട്ടോ. ഇനി ഞാനിവിടെ 2 സവോള ഒന്ന് ചെറുതായിട്ട് കട്ട് ചെയ്ത് എടുത്തിട്ടുണ്ട്. അപ്പോൾ അത് നമുക്ക് ഈ ഓയിലിലേക്ക് ചേർത്ത് കൊടുക്കാം. പിന്നെ ഇതിൻ്റെ ഫില്ലിങ് തയ്യാറാക്കി എടുക്കാനായിട്ട്, അതായത് ഇതിൻ്റെ മസാല തയ്യാറാക്കി എടുക്കാനായിട്ട് അധികം ടൈമൊന്നും വേണ്ട, വളരെ പെട്ടെന്ന് തന്നെ നമുക്കിത് റെഡിയാക്കി എടുക്കാവുന്നതേ ഉള്ളൂ. അപ്പോൾ ഉള്ളി ഒന്ന് ചെറുതായിട്ടൊന്ന് വഴറ്റിയെടുക്കണം. അതിലേക്ക് ഞാൻ കുറച്ച് കറിവേപ്പില കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. കറിവേപ്പില ചേർക്കുമ്പോൾ ഇതുപോലെ ഒന്ന് ഞെരടി ഇട്ട് കൊടുക്കുക, അല്ലെങ്കിൽ മുറിച്ചിട്ട് കൊടുക്കുക. അപ്പോൾ നല്ലൊരു ഫ്ലേവർ ആയിരിക്കും. ഇനി ഇതിലേക്ക് ഞാനൊരു 1 ടീസ്പൂൺ അളവിൽ ഇഞ്ചി വെളുത്തുള്ളി ചതച്ചത് ചേർത്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ പേസ്റ്റ് ആയാലും ചേർത്ത് കൊടുക്കാവുന്നതാണ് കേട്ടോ. അപ്പോൾ ഇത് നമുക്ക് അതിൻ്റെ ആ ഒരു പച്ചമണം മാറുന്നവരെ ഒന്ന് ജസ്റ്റ് ഒന്ന് വഴറ്റി കൊടുക്കുക. ഹൈ ഫ്ലെയിമിൽ വെച്ച് ചെയ്താൽ മതി, അപ്പോൾ പെട്ടെന്നായി കിട്ടും. അതിലേക്ക് ഒരു വലിയൊരു തക്കാളി ചെറുതായിട്ട് കട്ട് ചെയ്തതിലേക്ക് ചേർത്ത് കൊടുക്കാം. എല്ലാം കൂടി ചേർത്ത് നന്നായിട്ട് ഒന്ന് യോജിപ്പിച്ച് കൊടുക്കാം. തക്കാളി ഉള്ളിലേക്ക് നന്നായിട്ട് വഴണ്ട് വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് അല്പം മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കാം. കൂടെ തന്നെ മുളക് പൊടി 1 ടീസ്പൂൺ അളവിൽ മുളക് പൊടി ചേർക്കുന്നുണ്ട്. 1 ടീസ്പൂൺ അളവിൽ മല്ലിപ്പൊടി കൂടി ചേർക്കുന്നുണ്ട്.
ഇനി ഇതിലേക്ക് ചേർക്കുന്നത് ഗരം മസാലയാണ്. ചിക്കൻ മസാല ഉണ്ടെങ്കിൽ അതും ചേർക്കാം കേട്ടോ. ഗരം മസാല ഞാനിവിടെ ഒരു 1/2 ടീസ്പൂൺ അളവിൽ ഗരം മസാല ചേർക്കുന്നുണ്ട്. അപ്പോൾ ഇതെല്ലാം കൂടി ചേർത്തതിന് ശേഷം നന്നായിട്ടൊന്ന് യോജിപ്പിച്ച് കൊടുക്കാം. നമ്മൾ ഉപ്പ് ചേർത്തിട്ടില്ലായിരുന്നു, അപ്പോൾ ആവശ്യാനുസരണം ഉപ്പും കൂടി ചേർക്കുക. എല്ലാം കൂടി യോജിപ്പിച്ച് കൊടുക്കുക. പൊടികൾ ചേർക്കുന്ന സമയം ഗ്യാസിൻ്റെ ഫ്ലെയിമിൽ ഓയിൽ വെച്ചിട്ട് വേണം അത് ചെയ്യാനായിട്ട് കേട്ടോ. നന്നായിട്ട് അതിൻ്റെ ഒരു പച്ചമണം മാറുന്നവരെ ഒന്ന് ജസ്റ്റ് ഒന്ന് അതൊന്ന് വഴറ്റി കൊടുക്കാം. അപ്പോൾ നമ്മുടെ മസാല ഇവിടെ ഏകദേശമൊക്കെ ഒന്ന് റെഡിയായി വന്നിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്ക് വറുത്തെടുത്ത ആ ഒരു പലഹാരം ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഇതുപോലെ ഒന്ന് പൊട്ടിച്ച് ഇട്ട് കൊടുക്കുക കേട്ടോ. അപ്പോൾ അതിലേക്ക് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി എല്ലാം കൂടെ നന്നായിട്ടൊന്ന് യോജിപ്പിച്ചെടുക്കാം. എല്ലാം നന്നായിട്ട് തന്നെ ഒന്ന് യോജിപ്പിച്ചെടുത്തിട്ടുണ്ട്. ഇനി ഇതിൻ്റെ മുകളിലേക്ക് കുറച്ച് മല്ലിയില ഒന്ന് വിതറി കൊടുക്കാം. ഒന്നും കൂടി ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ നമുക്ക് നമ്മുടെ ഒരു പലഹാരം ഇവിടെ റെഡി ആയിട്ടുണ്ട് കേട്ടോ. ഇനിയും നമുക്ക് ഇതിൽ ഒരു കാര്യം കൂടി ചെയ്യാനുണ്ട്. അപ്പോൾ ആ ഒരു സ്റ്റെപ്പ് കൂടി നിങ്ങൾ ചെയ്യുക കേട്ടോ. നമ്മൾ കടയിൽ നിന്നൊക്കെ പൊറോട്ടയും ചിക്കനും ഒക്കെ വാങ്ങി കഴിക്കുമ്പോൾ ഉള്ള ആ ഒരു ചിക്കനൊക്കെ പൊതിഞ്ഞ് വാഴയിലൊക്കെ പൊതിഞ്ഞ് കിട്ടുമ്പോൾ ഉള്ള ഒരു മണവും ഒരു ടേസ്റ്റും ഉണ്ടാവുമല്ലോ. ആ ഒരു ടേസ്റ്റ് എനിക്കിതിൽ ഫീൽ ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ നമ്മൾ ആ ഒരു മണം നമുക്കതിൽ കിട്ടുന്നുണ്ടായിരുന്നു. അതിന് ലാസ്റ്റിൽ ഇതിൻ്റെ മുകളിലേക്ക് കുറച്ച് ഉള്ളി ഒന്ന് കട്ട് ചെയ്തിട്ട് കൊടുക്കുക കേട്ടോ. കുറച്ച് ഉള്ളി ഒന്ന് ചെറുതായിട്ട് ഞാൻ ആദ്യം കട്ട് ചെയ്ത് നിന്ന് കുറച്ച് മാറ്റി വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത് അതിൻ്റെ മുകളിലേക്കൊന്ന് വിതറി കൊടുക്കുക. അപ്പോൾ ഒരു നല്ലൊരു മണവും അതുപോലെ മല്ലിയിലയും കൂടി ഇട്ട് കൊടുക്കുക. നല്ലൊരു മണം, നല്ലൊരു ഫ്ലേവറാണ് കേട്ടോ. അപ്പോൾ അതിന് കഴിക്കാൻ നല്ല ടേസ്റ്റാണ്, ക്രിസ്പിയാണ്. അപ്പോൾ നമ്മൾ പൊടിച്ചിട്ടതൊക്കെ നന്നായിട്ട് സോഫ്റ്റായിട്ട് കിടക്കുകയും ചെയ്യും. ബാക്കിയുള്ളതെല്ലാം നല്ല ക്രിസ്പി ആയിട്ട് ഇരിക്കുകയും ചെയ്യും. അപ്പോൾ നമുക്കിത് സ്നാക്സ് ആയിട്ടോ ഡിന്നറായിട്ടോ ഒക്കെ കഴിക്കാം, അല്ലെങ്കിൽ ബ്രേക്ക്ഫാസ്റ്റ് ആയിട്ടോ ഒക്കെ കഴിക്കാവുന്നതാണ്. അധികം പ്രയാസമൊന്നുമില്ല, വളരെ പെട്ടെന്ന് ഇതിനെ തയ്യാറാക്കി എടുക്കാം. എന്നും ചപ്പാത്തിയൊക്കെ കഴിച്ച് മടുത്തിട്ടുണ്ടെങ്കിൽ ഇതുപോലുള്ള പലഹാരങ്ങളൊന്ന് റെഡിയാക്കി നോക്കുക കേട്ടോ. അപ്പോൾ ഇതുപോലെ വെറൈറ്റി ആയിട്ടുള്ള ഒരുപാട് റെസിപ്പീസ് ഞാൻ ഈ ഒരു ചാനലിൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. ഗോതമ്പ് പൊടി വെച്ചിട്ടുള്ള മിക്കതും എല്ലാം ഗോതമ്പ് പൊടി വെച്ചിട്ടുള്ള തന്നെയാണ് കേട്ടോ. അപ്പോൾ ട്രൈ ചെയ്ത് നോക്കുക. ചാനലിലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, എങ്കിലേ വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻസ് ഒക്കെ നിങ്ങൾക്ക് കിട്ടുള്ളൂ കേട്ടോ. അപ്പോൾ വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനൊന്നും മറക്കരുത് കേട്ടോ. അപ്പോൾ പുതിയ റെസിപ്പി ആയിട്ട് നമുക്ക് വീണ്ടും കാണാം. അതുവരേക്കും എല്ലാവർക്കും ബായ്. താങ്ക് യു.